ഇപ്പം സമയം വൈകിട്ട് 6 മണിയായി കേട്ടോ. തുളസിത്തറയ്ക്കും പൂജാമുറിയിലും പിന്നെ കൂവളത്തിൻ്റെ തറയിലും ഒക്കെ വിളക്ക് തിരി കൊളുത്തിയതിന് ശേഷം നമ്മൾ അടുത്തുള്ളൊരു ദേവീക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. തേജസ് ഇന്ന് ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പോൾ കെട്ട് നിറയ്ക്കുന്നത് ആ അമ്പലത്തിലാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അമ്പലത്തിൽ ദേവിയും അയ്യപ്പൻ പ്രതിഷ്ഠയുമാണ് ഉള്ളത്. അപ്പോൾ ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഒരു ഓട്ടോയിലാണ്. ഓട്ടോറിക്ഷയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേജ് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പയ്യെ അങ്ങ് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പയ്യെ നടക്കുകയാണ് കേട്ടോ. നടക്കുന്ന കൂട്ടത്തിൽ അപ്പുറത്തൊരു വീടുണ്ട്. വാടകയ്ക്ക് താമസിക്കാമെന്ന പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഉച്ചത്തിൽ തന്നെ നാമം ജപിക്കുകയാണ് കേട്ടോ. അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരൊന്നും നാമം ജപിക്കുന്നതെന്ന് ഈ ഇടയൊന്നും ഞാൻ കേൾക്കാറില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ദേവി അമ്പലത്തിൽ വന്നു കേട്ടോ. അവിടുത്തെ തിരുമേനിയൊക്കെ ഉണ്ട്. കെട്ടുനിറയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തേജ്. നിറയെ തിരി കത്തിച്ചിട്ടുണ്ട്. 41 ദിവസവും ഇവിടെ ഓരോരുത്തരെ സേവയാണ് കേട്ടോ. ഓരോരുത്തരെ വഴിപാടായിട്ടാണ് ചുറ്റുവിളക്കും പിന്നെ ഭഗവാന്മാർക്കും കളഭമൊക്കെ ഓരോ വഴിപാടാണ്. അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. ഇന്നലെ ഒരാൾ ഇവിടെ വന്നായിരുന്നു പോയിട്ട്. അത് പറഞ്ഞു 1 മണിക്കൂർ പോലും കഷ്ടിച്ച് നിന്നില്ല. അമ്പലത്തിൻ്റെ അകവശമൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എടുക്കാമായിരിക്കും, പക്ഷേ എനിക്കൊരു പേടി. നമ്മളിതൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പ്രതിഷ്ഠകളും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ ഒരു പേടി പോലാണ്. അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. പിന്നെ കാവും അതൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ ദീപാരാധനയും ഭഗവതീയ സേവയൊക്കെ കഴിഞ്ഞിട്ട് മണി 7:15 അപ്പോഴത്തേക്കാണ് തിരുമേനി വന്ന് കെട്ട് നിറയ്ക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ ചെയ്തത്. അപ്പോൾ നെയ്ത്തേങ്ങ നിറയ്ക്കുകയാണ്. ശരണമയ്യപ്പോ. അങ്ങനെ നെയ്ത്തേങ്ങ നിറച്ചു. കെട്ടിനകത്ത് അരിയും മറ്റു സാധനങ്ങളൊക്കെ നിറച്ച് തിരുമേനി തന്നെ അത് കെട്ടി മുറുക്കി കൊടുത്തു. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണുമ്പം സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ കരഞ്ഞു പോവല്ലേ. ഞാൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു കേട്ടോ. എത്ര ഭഗവാന്മാരും ദേവിമാരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അയ്യപ്പനോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹം. നമുക്കെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയ്യപ്പന്. അതുപോലെ ശിവനും പാർവതി മുരുകൻ പിന്നെ ഗണപതി ഭഗവാൻ. ആ അമ്പലത്തിൽ പോകുമ്പോൾ അയ്യപ്പനെ കണ്ടില്ല എനിക്ക് ഭയങ്കര വിഷമമാണ് സത്യം. ഞാൻ ശിവൻ്റെ അടുത്ത് നടയിൽ ചെന്ന് ഞാൻ മനസ്സിലാണേലും ചോദിക്കും, എന്താ അത് മോനല്ലേ, ആ മോനെ മാത്രം എന്താ ഒഴിവാക്കിയെന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇത് ഞാൻ ചിലവരോടൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വട്ടാന്ന് പറയും കേട്ടോ. കെട്ടൊക്കെ നിറച്ച് വന്നിട്ട് എൻ്റെ കാലിലൊക്കെ അവൻ തൊട്ട് തൊഴുതു. പിന്നെ തിരുമേനിക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അമ്പലത്തിനൊക്കെ പ്രദക്ഷിണം ചെയ്തിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. നവനീത് ഇവിടെ ഇല്ല കേട്ടോ. അവൻ അച്ചൻകോവിൽ അമ്പലത്തിൽ ദേവസ്വത്തിൻ്റെ ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ പോയിരിക്കുകയാണ് അവൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അമ്പലത്തിൻ്റെ അകവശമൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എന്ത് രസമാണെന്ന് പറയുന്നത് ദേവിയെ ഒരുക്കിയത് കാണാൻ. പിന്നെ മുമ്പിൽ തന്നെ തേങ്ങയൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് അവൻ പോയത്. അപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ പ്രസാദമായിട്ടുള്ള പായസമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത് കേട്ടോ. അപ്പോൾ നാളെ കാണുന്നത് വരെ ദേ പോയി നാളെ വരാം.